Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ആലിബാബ ആൻഡ് 40 തീവ്സ്. ഈ കഥയിൽ നിന്നും തീർച്ചയായും നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. ആലിബാബ വാസ് എ പുവർ മാൻ. ആലിബാബ ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. ഹി ഏൺഡ് ഹിസ് ലിവിങ് ബൈ സെല്ലിംഗ് ഡ്രൈ വുഡ്. ഹി ഏൺഡ് അദ്ദേഹം സമ്പാദിച്ചിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം സ്വായത്തമാക്കിയിരുന്നത് ഹിസ് ലിവിങ്. ലിവിങ് എന്നാൽ ഇവിടെ ഉപജീവന മാർഗം എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം സ്വായത്തമാക്കിയിട്ടുണ്ടായിരുന്നത് ബൈ സെല്ലിംഗ് ഡ്രൈ വുഡ്. ഡ്രൈ വുഡ് എന്നാൽ ഉണങ്ങിയ മരം. ഉണങ്ങിയ മരങ്ങൾ വിറ്റുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം കണ്ടെത്തിയിരുന്നത്. വൺ ഡേ വെൻ ഹി വാസ് കട്ടിംഗ് വുഡ്. വൺ ഡേ ഒരു ദിവസം. വെൻ ഹി വാസ് കട്ടിംഗ് വുഡ് അദ്ദേഹം മരം മുറിക്കുകയായിരുന്നു. ആ സമയത്ത് ഹി സോ എ ബാൻഡ് ഓഫ് 40 റോബേഴ്സ് കമ്മിങ് ടുവേർഡ്സ് എ കേവ്. ആ സമയത്ത് മരം മുറിക്കുന്ന സമയത്ത് ഹി സോ അദ്ദേഹം കണ്ടു എ ബാൻഡ് ഓഫ് 40 റോബേഴ്സ്. ബാൻഡ് എന്നാൽ കൂട്ടം എന്നുള്ള അർത്ഥമാണ്. എ ബാൻഡ് ഓഫ് 40 റോബേഴ്സ് ഒരു 40 പേരടങ്ങുന്ന കൊള്ള സംഘം. കമ്മിങ് ടുവേർഡ്സ് എ കേവ്. കമ്മിങ് വരുന്നു. ടുവേർഡ്സ് എന്നാൽ ലക്ഷ്യമാക്കിയിട്ട്, അതിന് നേർക്ക് എന്നൊക്കെയുള്ള അർത്ഥമാണ്. എ കേവ് ഒരു ഗുഹ ലക്ഷ്യമാക്കിയിട്ട്, ഒരു ഗുഹ ലക്ഷ്യമാക്കിയിട്ട് 40 പേരടങ്ങുന്ന ഒരു കൊള്ള സംഘം വരുന്നത് ഇദ്ദേഹം കണ്ടു. കേവ് എന്നാൽ ഗുഹ എന്നുള്ള അർത്ഥമാണ്. ഹി അറ്റ് വൺസ് ഹിഡ് ഹിംസെൽഫ് ബൈ ക്ലൈംബിംഗ് ഓൺ എ നിയർ ബൈ ട്രീ. ഹി അദ്ദേഹം ആലിബാബ. അറ്റ് വൺസ് എന്നാൽ ഉടനെ എന്നുള്ള അർത്ഥമാണ്. ഉടനെ തന്നെ. ഹിഡ് ഒളിച്ചിരുന്നു. ഹിംസെൽഫ് എന്നാണ് അദ്ദേഹത്തെ ഒളിപ്പിച്ചു വച്ചു. ബൈ ക്ലൈംബിംഗ് കയറിക്കൊണ്ട്. ക്ലൈംബ് എന്നാൽ കയറുക. ഓൺ എ നിയർ ബൈ ട്രീ അടുത്തുള്ള ഒരു മരത്തിലേക്ക് കയറിക്കൊണ്ട് അദ്ദേഹത്തെ ഒളിപ്പിച്ചു വച്ചു. ദ ചീഫ് ഓഫ് ദ ബാൻഡ് അലൈറ്റഡ് ഫ്രം ഹിസ് ഹോഴ്സ് ആൻഡ് സെഡ്. ദ ചീഫ് ഓഫ് ദ ബാൻഡ് ആ കൂട്ടത്തിലെ, ചീഫ് എന്നാൽ മുഖ്യൻ, കൂട്ടത്തിലെ മുഖ്യൻ. അലൈറ്റഡ്. അലൈറ്റ് എന്നാൽ താഴെ ഇറങ്ങുക എന്നുള്ള അർത്ഥമാണ്. അലൈറ്റഡ് താഴേക്കിറങ്ങി. ഫ്രം ഹിസ് ഹോഴ്സ് അദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്തു നിന്നും. ആൻസർഡ് എന്നിട്ട് പറഞ്ഞു. ഓപ്പൺ സെസമി ദ ഡോർ ഓഫ് ദ കേവ് ഓപ്പൺഡ്. ഓപ്പൺ സെസമി ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ദ ഡോർ ഓഫ് ദ കേവ് ആ ഗുഹയുടെ വാതിൽ ഓപ്പൺഡ് തുറന്നു. ഓൾ ദ റോബേഴ്സ് എൻറ്റേർഡ് ദ കേവ്. ഓൾ ദ റോബേഴ്സ് എല്ലാ കള്ളന്മാരും എൻറ്റേർഡ് പ്രവേശിച്ചു. ദ കേവ് ആ ഗുഹക്കകത്തേക്ക് എല്ലാ കള്ളന്മാരും പ്രവേശിച്ചു. ആൻഡ് ദ ഡോർ ഓഫ് ദ കേവ് ക്ലോസ്ഡ് ഇറ്റ് സെൽഫ്. ആൻഡ് ദ ഡോർ ഓഫ് ദ കേവ് എന്താണ്? ഗുഹയുടെ വാതിൽ. ക്ലോസ്ഡ് അടഞ്ഞു. ഇറ്റ് സെൽഫ് അത് സ്വയം തന്നെ അതിൻ്റെ വാതിൽ അടച്ചു. ആഫ്റ്റർ സം ടൈം ദ ഡോർ ഓപ്പൺഡ് ആൻഡ് ദ റോബേഴ്സ് കെയിം ഔട്ട് ആൻഡ് വെൻറ്റ് അവേ ഫ്രം ദർ. ആഫ്റ്റർ സം ടൈം കുറച്ച് സമയത്തിന് ശേഷം ദ ഡോർ ഓപ്പൺഡ് വാതിൽ തുറന്നു. ആൻഡ് ദ റോബേഴ്സ് കെയിം ഔട്ട് കവർച്ചക്കാർ ആ മോഷ്ടാക്കൾ കെയിം ഔട്ട് പുറത്തേക്ക് വന്നു. ആൻഡ് വെൻറ്റ് അവേ ഫ്രം ദർ എന്നിട്ട് അവിടെ നിന്നും പോയി. ആഫ്റ്റർ ദിസ് ആലിബാബ ഗോട്ട് ഡൗൺ ദ ട്രീ ആൻഡ് റീച്ച്ഡ് ദ കേവ്. ആഫ്റ്റർ ദിസ് ഇതിന് ശേഷം, അവർ പോയി കഴിഞ്ഞതിന് ശേഷം, ആലിബാബ ഗോട്ട് ഡൗൺ ദ ട്രീ എന്താണ്? ആലിബാബ ഗോട്ട് ഡൗൺ എന്നാൽ ഇറങ്ങി എന്നുള്ള അർത്ഥമാണ്. വൃക്ഷത്തിൽ നിന്നും ഇറങ്ങി. ആൻഡ് റീച്ച്ഡ് ദ കേവ് എന്നിട്ട് അദ്ദേഹം ഗുഹയിലേക്ക് എത്തിച്ചേർന്നു. ഹി സെഡ് ഓപ്പൺ സെസമി അറ്റ് വൺസ് ദ ഡോർ ഓപ്പൺഡ്. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. ഓപ്പൺ സെസമി അറ്റ് വൺസ് പെട്ടെന്ന് തന്നെ, ഉടനെ തന്നെ. ദ ഡോർ ഓപ്പൺഡ് വാതിൽ തുറന്നു. ആലിബാബ എൻറ്റേർഡ് ദ കേവ് വിത്തൗട്ട് ഡിലേ. ദ ഡോർ ക്ലോസ്ഡ് ഇറ്റ് സെൽഫ്. ആലിബാബ എൻറ്റേർഡ് ആലിബാബ പ്രവേശിച്ചു. ദ കേവ് ഗുഹക്കകത്തേക്ക്. വിത്തൗട്ട് ഡിലേ വൈകാതെ. ദ ഡോർ ക്ലോസ്ഡ് ഇറ്റ് സെൽഫ് ആ വാതിൽ സ്വയം തന്നെ അടഞ്ഞു. ദർ വാസ് എ ട്രഷർ ഫ്രം ദ ലൂട്ട് ബൈ ദ റോബേഴ്സ്. കൊള്ളയടിക്കപ്പെട്ട ഒരു കൊള്ള മുതലായിട്ട് ഒരു നിധി അവിടെ ഉണ്ടായിരുന്നു.
ട്രഷർ എന്നാൽ നിധി, ലൂട്ട് എന്നാൽ കൊള്ളയടിച്ച മുതൽ, കൊള്ളയടിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ആലിബാബ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ്. ആലിബാബ കുഡ് നോട്ട്, ആലിബാബക്ക് സാധിച്ചില്ല, ബിലീവ് വിശ്വസിക്കാൻ, ഹിസ് ഐസ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ, അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഹി ഫിൽഡ് ഹിസ് പോക്കറ്റ്സ് ആൻഡ് ദ ബാഗ് വിത്ത് ഗോൾഡ്, ഓർണമെൻറ്റ്സ് ആൻഡ് ജ്വൽസ്. ഹി ഫിൽഡ് അദ്ദേഹം നിറച്ചു, ഹിസ് പോക്കറ്റ്സ് അദ്ദേഹത്തിൻ്റെ കീശകൾ, ആൻഡ് ദ ബാഗ് അദ്ദേഹത്തിൻ്റെ ബാഗ്, വിത്ത് ഗോൾഡ് എന്താണ് ഗോൾഡ്, ഓർണമെൻറ്റ്സ് ആൻഡ് ജ്വൽസ്. ജ്വൽസ് എന്നാൽ രത്നം, രത്നവും അതുപോലെ ആഭരണങ്ങളും സ്വർണവും കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കീശകളും അദ്ദേഹത്തിൻ്റെ ബാഗും നിറച്ചു. ഹി വാസ് ഇൻ എ ഹറി. ഹി അട്ടേർഡ് ഓപ്പൺ സെസമി ആൻഡ് ദ ഡോർ ഓഫ് ദ കേവ് ഓപ്പൺഡ്. ഹി വാസ് ഇൻ എ ഹറി അദ്ദേഹം തിരക്കിലായിരുന്നു, ധൃതിയിലായിരുന്നു. ഹറി എന്നാൽ ധൃതി. ഹി അട്ടേർഡ്, അട്ട് എന്നാൽ ഉച്ചരിക്കുക, പറയുക, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹം പറഞ്ഞു. ഓപ്പൺ സെസമി ആൻഡ് ദ ഡോർ ഓഫ് ദ കേവ് ഓപ്പൺഡ് എന്താണ് ആ ഗുഹയുടെ വാതിൽ തുറന്നു. ഹി കെയിം ബാക്ക് ഹോം വിത്ത് ഓൾ ദ ട്രഷർ ഹി കുഡ് ബ്രിങ്. ഹി കെയിം ബാക്ക് ഹോം അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വന്നു. കം ബാക്ക് എന്നാൽ തിരിച്ചു വരിക, അതിൻ്റെ പാസ്റ്റാണ് കെയിം ബാക്ക്, തിരിച്ചു വന്നു. ഹോം വീട്ടിലേക്ക്. വിത്ത് ഓൾ ദ ട്രഷർ ഹി കുഡ് ബ്രിങ് എല്ലാ നിധി ശേഖരവുമായിട്ടും. ഹി കുഡ് ബ്രിങ് അദ്ദേഹത്തിന് സാധിച്ച, അദ്ദേഹത്തിന് ബ്രിങ് എന്നാൽ കൊണ്ടുവരിക, അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്ന എല്ലാ നിധി ശേഖരവുമായിട്ട് അദ്ദേഹം വീട്ടിലേക്ക് വന്നു. ദ നെക്സ്റ്റ് ഡേ ഹി വെൻറ്റ് ടു ഹിസ് ബ്രദർ കാസിം ഹു വാസ് വെരി ഗ്രീഡി. ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം. ഹി വെൻറ്റ് ടു ഹിസ് ബ്രദർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് പോയി. കാസിം, കാസിം എന്നാണ് സഹോദരൻ്റെ പേര്. ഹു വാസ് വെരി ഗ്രീഡി, ഗ്രീഡി എന്നാൽ ആർത്തിയുള്ള എന്നുള്ള അർത്ഥം, അത്യാഗ്രഹിയായ, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹം വളരെ അത്യാഗ്രഹിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള കാസിം. ഹി ബോറോഡ് എ പെയർ ഓഫ് സ്കെയിൽസ് ഫ്രം കാസിം ടു വേ ഗോൾഡ്. ഹി ബോറോഡ്, ബോറോ എന്നാൽ വായ്പ വാങ്ങുക എന്നുള്ള അർത്ഥമാണ്. ഹി ബോറോഡ് അദ്ദേഹം വായ്പ വാങ്ങി. എ പെയർ ഓഫ് സ്കെയിൽ, സ്കെയിൽ എന്നാൽ ഇവിടെ തൂക്കുയന്ത്രം എന്നുള്ള അർത്ഥമാണ്. ഒരു ജോഡി തൂക്കുയന്ത്രങ്ങൾ അദ്ദേഹം വായ്പ വാങ്ങി. ഫ്രം കാസിം, കാസിമിൻ്റെ അടുക്കൽ നിന്നും. ടു വേ ദ ഗോൾഡ് എന്താണ് സ്വർണം തൂക്കാൻ വേണ്ടി. ദെൻ ഹി റിട്ടേൺ ദ സ്കെയിൽസ്, ദെൻ പിന്നീട് തൂക്കി നോക്കിയതിന് ശേഷം. ഹി റിട്ടേൺഡ് അദ്ദേഹം തിരിച്ചു നൽകി. ദ സ്കെയിൽസ് തൂക്കുയന്ത്രങ്ങൾ, ആ തൂക്കുയന്ത്രങ്ങൾ അദ്ദേഹം തിരിച്ചു നൽകി. എ ഗോൾഡ് കോയിൻ ഒരു സ്വർണ്ണ നാണയം. സ്റ്റെക്ക്, സ്റ്റെക്ക് എന്നാൽ ഇവിടെ ഒട്ടിപ്പോയി എന്നുള്ള അർത്ഥമാണ്, ഉടക്കിയിരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഒരു സ്വർണ്ണ നാണയം ഉടക്കിയിരുന്നു. ടു ദ ബോട്ടം ഓഫ് ദ സ്കെയിൽസ്, ബോട്ടം എന്നാൽ അടിത്തട്ട് എന്നുള്ള അർത്ഥമാണ്. ആ അളവ് തൂക്കയന്ത്രങ്ങളുടെ അടിത്തട്ടിലായിട്ട് ഒരു സ്വർണ്ണ നാണയം ഒട്ടിയിരുന്നു. വെൻ കാസിംസ് വൈഫ് സോ ഇറ്റ്, കാസിമിൻ്റെ ഭാര്യ ഇത് കണ്ടപ്പോൾ. ഷീ സെൻഡ് ഹെർ ഹസ്ബൻഡ് ടു ആലിബാബ ടു ഫൈൻഡ് ഔട്ട് ദ മിസ്റ്ററി. ഷീ സെൻഡ് അവൾ അയച്ചു. ഹെർ ഹസ്ബൻഡ് അവളുടെ ഭർത്താവിനെ. ടു ആലിബാബ ആലിബാബയുടെ അടുത്തേക്ക്. ടു ഫൈൻഡ് ഔട്ട് കണ്ടെത്താൻ വേണ്ടി. ദ മിസ്റ്ററി, മിസ്റ്ററി എന്നാൽ ഗൂഢത, രഹസ്യം, ഇതൊക്കെയാണ് അർത്ഥം. ഈ രഹസ്യം കണ്ടെത്താൻ വേണ്ടി കാസിമിൻ്റെ ഭാര്യ കാസിമിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. ഹാവിങ് ഹേർഡ് അബൌട്ട് ദ മിസ്റ്ററി രഹസ്യത്തെക്കുറിച്ച് കേട്ടുകൊണ്ട്. കാസിം ഡിസൈഡഡ് ടു ബിക്കം ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. കാസിം ഡിസൈഡഡ് കാസിം തീരുമാനിച്ചു. ടു ബിക്കം ആയിത്തീരാൻ. ദ റിച്ചസ്റ്റ് മാൻ ഏറ്റവും ധനികനായ വ്യക്തി. ഇൻ ദ വേൾഡ് ലോകത്തെ ഏറ്റവും വലിയ ധനികനായ വ്യക്തിയായി തീരാൻ ഇദ്ദേഹം തീരുമാനിച്ചു. ഹി ടുക്ക് എ ഫ്യൂ ബാഗ്സ് ആൻഡ് വെൻറ്റ് ടു ദ കേവ് വിത്ത് ഹിസ് ഡോങ്കി. ഹി ടുക്ക് എ ഫ്യൂ ബാഗ്സ് അദ്ദേഹം കുറച്ച് സഞ്ചികൾ എടുത്തു. ആൻഡ് വെൻറ്റ് ടു ദ കേവ് എന്നിട്ട് ഗുഹയിലേക്ക് പോയി. വിത്ത് ഹിസ് ഡോങ്കി അദ്ദേഹത്തിൻ്റെ കഴുതയുമായിട്ട് അദ്ദേഹം ആ ഗുഹക്കടുത്തേക്ക് പോയി. ഹി സെഡ് ഓപ്പൺ സെസമി ദ കേവ് ഓപ്പൺഡ് ആൻഡ് ഹി വെൻറ്റ് ഇൻ. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. ഓപ്പൺ സെസമി
ദ കേവ് ഓപ്പൺഡ്, ഗുഹ തുറന്നു. ആൻഡ് ഹി വെൻറ്റ് ഇൻ, അദ്ദേഹം അതിനുള്ളിലേക്ക് പോയി. ഹി ഫിൽഡ് ദ ബാഗ്സ് വിത്ത് ഗോൾഡ് ആൻഡ് ജുവൽസ്. ഹി ഫിൽഡ്, അദ്ദേഹം നിറച്ചു. ദ ബാഗ്സ് വിത്ത് ഗോൾഡ് ആൻഡ് ജുവൽസ്, എന്താണ്, രത്നങ്ങൾ കൊണ്ടും സ്വർണം കൊണ്ടും അദ്ദേഹം ബാഗുകൾ നിറച്ചു. ഔട്ട് ഓഫ് ഗ്രീഡ്, ഹി വാസ് സോ എക്സൈറ്റഡ് ദാറ്റ് ഹി ഫോർഗോട്ട് ദ ഫ്രൈസ് ടു ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേവ്. ഔട്ട് ഓഫ് ഗ്രീഡ്, ഗ്രീഡ് എന്നാൽ അത്യാർത്തി, അത്യാഗ്രഹം. ഔട്ട് ഓഫ് ഗ്രീഡ്, അത്യാഗ്രഹം കൊണ്ട്. ഹി വാസ് സോ എക്സൈറ്റഡ്, അദ്ദേഹം വളരെ അധികം ഉത്തേജിതമായി. ദാറ്റ്, അതുകൊണ്ട്, ആയതിനാൽ. ഹി ഫോർഗോട്ട്, അദ്ദേഹം മറന്നു. ദ ഫ്രൈസ് ടു ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേവ്. ഫ്രൈസ് എന്നാൽ ചൊല്ല്, വാക്യം, ഇതൊക്കെയാണ് അർത്ഥം. ആ വാതിൽ, ഗുഹയുടെ വാതിൽ തുറക്കാനുള്ള ആ വാക്യം അദ്ദേഹം മറന്നു. ആഫ്റ്റർ എ വയൽ, അല്പസമയത്തിന് ശേഷം. ദ റോബേഴ്സ് കെയിം, ആ കൊള്ള സംഘം കെയിം വന്നു. ആൻഡ് കിൽഡ് കാസിം, വന്ന് കാസിമിനെ കൊലപ്പെടുത്തി. ദ ചീഫ് ഓഫ് ദ ബാൻഡ് ഓർഡേർഡ് ഹിസ് മെൻ ടു ടേക്ക് ദ ഡെഡ് ബോഡി ഔട്ട്സൈഡ് ദ കേവ്. ദ ചീഫ് ഓഫ് ദ ബാൻഡ്, ആ കൂട്ടത്തിലെ മുഖ്യൻ. ഓർഡേർഡ് ഹിസ് മെൻ, ഓർഡേർഡ് ഉത്തരവിട്ടു. ഹിസ് മെൻ, അദ്ദേഹത്തിൻ്റെ ആളുകളോട്. ടു ടേക്ക് ദ ഡെഡ് ബോഡി ഔട്ട്സൈഡ് ദ കേവ്, ഗുഹക്ക് പുറത്തേക്ക് ആ മൃതശരീരം കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം ഉത്തരവിട്ടു. വെൻ കാസിം ഡിഡ് നോട്ട് റിട്ടേൺ, ആലി ബാബ വെൻറ്റ് ആൻഡ് ബ്രോട്ട് കാസിംസ് ഡെഡ് ബോഡി. വെൻ കാസിം ഡിഡ് നോട്ട് റിട്ടേൺ, കാസിം തിരിച്ചു വന്നില്ല. ആ സമയത്ത്. ആലി ബാബ വെൻറ്റ് ആൻഡ് ബ്രോട്ട്, ആലി ബാബ പോയി. ബ്രോട്ട് എന്നാൽ കൊണ്ടുവന്നു. കാസിംസ് ഡെഡ് ബോഡി, കാസിമിൻ്റെ മൃതശരീരം കൊണ്ടുവന്നു. ദേ പെർഫോംഡ് ഹിസ് ലാസ്റ്റ് റൈറ്റ്സ്. ദേ പെർഫോംഡ്, അവർ. പെർഫോംഡ്, നടത്തി. ഹിസ് ലാസ്റ്റ് റൈറ്റ്സ്, റൈറ്റ്സ് എന്നാൽ ചടങ്ങുകൾ. ലാസ്റ്റ് റൈറ്റ്സ് എന്താണ്, അന്ത്യകർമ്മ ചടങ്ങുകൾ അവർ നടത്തി. വെൻ ദ റോബേഴ്സ് കെയിം ബാക്ക്, കള്ളന്മാർ തിരിച്ചു വന്നപ്പോൾ. ദേ ഫൗണ്ട്, അവർ കണ്ടെത്തി. കാസിം ഡെഡ് ബോഡി മിസ്സിങ്, കാസിമിൻ്റെ ഡെഡ് ബോഡി മിസ്സായി പോയിട്ടുള്ളത്, അവിടെ നിന്നും കൊണ്ടുപോയിട്ടുള്ളതായിട്ട് അവർ കണ്ടെത്തി. ദേ സസ്പെക്റ്റഡ് ദാറ്റ് സം അതർ പേഴ്സൺ ഓൾസോ ന്യൂ ദയർ സീക്രട്ട്. ദേ സസ്പെക്റ്റഡ്, അവർ സംശയിച്ചു. ദാറ്റ് സം അതർ പേഴ്സൺ ഓൾസോ, മറ്റൊരു വ്യക്തിയും. ന്യൂ ദയർ സീക്രട്ട്, അവരുടെ രഹസ്യത്തെ പറ്റിയിട്ട് മറ്റൊരു വ്യക്തിയും അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവർ സംശയിച്ചു. ദ ചീഫ് ഓഫ് ദ ബാൻഡ് വെൻ ടു ദ സിറ്റി. ദ ചീഫ് ഓഫ് ദ ബാൻഡ്, ആ കൂട്ടത്തിലെ മുഖ്യൻ. വെൻ ടു ദ സിറ്റി, പട്ടണത്തിലേക്ക് പോയി. ആൻഡ് വാസ് സക്സസ്ഫുൾ ഇൻ ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ആലി ബാബാസ് ഹൗസ്. ആലി ബാബയുടെ വീട് കണ്ടെത്തുന്നതിൽ അദ്ദേഹം വിജയിച്ചു. ഹി മെയ്ഡ് എ ക്രോസ് അറ്റ് ദ ഡോർ. അദ്ദേഹം ഒരു ക്രോസ് ചിഹ്നം വാതിലിൽ ഉണ്ടാക്കി. മർജിന, ഹു വാസ് ദ മെയ്ഡ് സെർവൻറ്റ് ഓഫ് ആലി ബാബ, സോ ഓൾ ദിസ്. ആലി ബാബയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന മർജിന ഇതെല്ലാം കണ്ടു. ഷീ മെയ്ഡ് എ ക്രോസ് അറ്റ് ദ ഡോർ ഓഫ് എവരി ഹൗസ് ഇൻ ദ സ്ട്രീറ്റ്. ഷീ മെയ്ഡ് എ ക്രോസ്, അവൾ ഉണ്ടാക്കി, ഒരു ക്രോസ് ചിഹ്നം ഉണ്ടാക്കി. അറ്റ് ദ ഡോർ ഓഫ് എവരി ഹൗസ് ഇൻ ദ സ്ട്രീറ്റ്, ആ തെരുവിലുള്ള എല്ലാ വീടുകളുടെയും വാതിലിൽ അവൾ ഒരു ക്രോസ് ചിഹ്നം ഉണ്ടാക്കി. When the robbers came the next day, they found a cross at each gate of the street. When the robbers came the next day, അടുത്ത ദിവസം മോഷ്ടാക്കൾ വന്നപ്പോൾ. They found a cross, അവർ ഒരു ക്രോസ് ചിഹ്നം കണ്ടെത്തി. At each gate of the street, ആ തെരുവിലെ ഓരോ വീടുകളുടെയും വാതിലിൽ. The chief of the band of robbers made a plan. മോഷ്ടാക്കളുടെ തലവൻ ഒരു പദ്ധതി ഉണ്ടാക്കി. ഹി റീച്ച്ഡ് ആലി ബാബാസ് ഹൗസ് ആസ് എൻ ഓയിൽ മെർച്ചൻറ്റ്. ഹി റീച്ച്ഡ്, അദ്ദേഹം എത്തിച്ചേർന്നു. ആലി ബാബാസ് ഹൗസ്, ആലിബാബയുടെ വീട്ടിൽ എത്തിച്ചേർന്നു ആ മുഖ്യൻ. ആസ് എൻ ഓയിൽ മെർച്ചൻറ്റ്, മെർച്ചൻ്റ് എന്നാൽ കച്ചവടക്കാരൻ. ഒരു ഓയിൽ കച്ചവടക്കാരനായിട്ട് ആലിബാബയുടെ വീട്ടിൽ ആ കൊള്ള സംഘത്തിലെ തലവൻ എത്തി.
ഹി റിക്വസ്റ്റഡ് ആലിബാബ ഗിവ് ഹിം ഷെൽട്ടർ ഫോർ ദ നൈറ്റ്. ഹി റിക്വസ്റ്റഡ് ആ തലവൻ റിക്വസ്റ്റഡ് അഭ്യർത്ഥിച്ചു ആലിബാബയോട് ആ തലവൻ അഭ്യർത്ഥിച്ചു ഗിവ് ഹിം ഷെൽട്ടർ ഒരു അഭയസ്ഥാനം നൽകാൻ ഫോർ ദ നൈറ്റ് രാത്രി. ആ തലവൻ ആലിബാബയോട് ചോദിച്ചു രാത്രി അവിടെ താമസിക്കട്ടെ എന്ന്. ആലിബാബ അഗ്രീഡ് ടു ഗിവ് ഹിം ഷെൽട്ടർ. ആലിബാബ അദ്ദേഹത്തെ അവിടെ താമസിക്കാൻ സമ്മതിച്ചു. ഹി ഓൾസോ ആസ്ക്ഡ് പെർമിഷൻ ടു കീപ് ഹിസ് ഓയിൽ ജാർസ്. അദ്ദേഹത്തിൻ്റെ ഓയിൽ ഭരണികളും അവിടെ സൂക്ഷിക്കാൻ അനുവാദം ചോദിച്ചു. ഹി ക്യാരിഡ് ദ ജാർസ് ഓഫ് ഓയിൽ ടു ദ കോർട്ട്യാർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സെർവൻസ്. ഹി ക്യാരിഡ് അദ്ദേഹം ചുമന്നു ദ ജാർസ് ഓഫ് ഓയിൽ ജാറുകൾ ഓയിൽ ഭരണികൾ അദ്ദേഹം ചുമന്നു ടു ദ കോർട്ട്യാർഡ് എന്നാൽ മുറ്റം എന്നുള്ള അർത്ഥമാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സെർവൻസ് വീട്ടുജോലിക്കാരുടെ സഹായത്തോടെ അദ്ദേഹം ആ ഓയിൽ ഭരണികൾ മുറ്റത്തിലേക്ക് എത്തിച്ചു. മെർജിന റിക്വയർഡ് സം ഓയിൽ ടു ലൈറ്റ് ദ ലാംപ്സ്. മാർജിനക്ക് ആവശ്യമായി വന്നു സം ഓയിൽ കുറച്ച് ഓയിൽ ടു ലൈറ്റ് ദ ലാംപ്സ്. ലൈറ്റ് എന്നാൽ കത്തിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ലാംപ്സ് എന്നാൽ വിളക്കുകൾ കത്തിക്കാൻ മെർജിനക്ക് കുറച്ച് ഓയിൽ ആവശ്യമായി വന്നു. സോ ഷീ ലിഫ്റ്റഡ് ദ ലിഡ് ഓഫ് എ ജാർ. സോ ആയതിനാൽ വിളക്ക് കത്തിക്കാൻ കുറച്ച് ഓയിൽ ആവശ്യമായി വന്നതിനാൽ ലിഫ്റ്റ് എന്നാൽ ഉയർത്തുക ഉയർത്തി. ഷീ ലിഫ്റ്റഡ് അവൾ ഉയർത്തി ദ ലിഡ് ഓഫ് എ ജാർ ഒരു ഭരണിയുടെ ലിഡ് എന്നാൽ അടപ്പ് ഒരു ഭരണിയുടെ അടപ്പ് ഉയർത്തി. ഷീ ഹേർഡ് സംവൺ സേയിങ് ഷുഡ് ഐ കം ഔട്ട്. ഷീ ഹേർഡ് അവൾ കേട്ടു സംവൺ സേയിങ് ഒരാൾ പറയുന്നതായിട്ട് ഷുഡ് ഐ കം ഔട്ട് ഞാൻ പുറത്തേക്ക് വരണോ ഇത് ഒരാൾ പറയുന്നതായിട്ട് അവൾ കേട്ടു. ഹിയർ എന്നാൽ കേൾക്കുക അതിൻ്റെ പാസ്റ്റാണ് ഹേർഡ് കേട്ടു. മെർജിന സെഡ് ടു ഹെർ സെൽഫ് മെർജിന അവളോട് തന്നെ പറഞ്ഞു ദർ ഈസ് സംതിങ് റോങ് എന്തോ പന്തികേടുണ്ട് ഇത് അവളോട് തന്നെ പറഞ്ഞു. ഷീ പോർഡ് ഹോട്ട് ഓയിൽ ഇൻ ടു ദ ജാർസ് ഇൻ വിച്ച് ദ റോബേഴ്സ് വെർ ഹിഡൻ. ഷീ പോർഡ് അവൾ ഒഴിച്ചു ഹോട്ട് ഓയിൽ ചൂടുള്ള ഓയിൽ ഇൻ ടു ദ ജാർസ് ജാറുകളിലേക്ക് ആ ഭരണികളിലേക്ക്. ഇൻ വിച്ച് ദ റോബേഴ്സ് വെർ ഹിഡൻ ആ കവർച്ചക്കാർ ഒളിച്ചിരിക്കുകയായിരുന്ന ജാറുകളിലേക്ക് അവൾ ചൂടുള്ള ഓയിൽ ഒഴിച്ചു. മാർജിന സെർവ്ഡ് ദ ചീഫ് ദ ഫൈനസ്റ്റ് ഡിഷസ് ആൻഡ് പെർഫോംഡ് എ ഡാൻസ് ഫോർ ഹിം. മെർജിന വിളമ്പി ദ ചീഫ് ആ മുഖ്യന് വിളമ്പി കൊടുത്തു ദ ഫൈനസ്റ്റ് ഡിഷസ്. ഫൈനസ്റ്റ് എന്നാൽ മഹത്തരമായ ഉത്കൃഷ്ടമായ ഇതൊക്കെയാണ് അർത്ഥം. മെർജിന അതിലെ മുഖ്യന് വളരെ മഹത്തരമായ ഉത്കൃഷ്ടമായ ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ആൻഡ് പെർഫോം എന്നാൽ അവതരിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. എ ഡാൻസ് ഒരു നൃത്തം അവതരിപ്പിച്ചു ഫോർ ഹിം അദ്ദേഹത്തിന് വേണ്ടി ഒരു നൃത്തം അവതരിപ്പിച്ചു. അദ്ദേഹത്തിന് മെർജിന ഒരു ഉത്കൃഷ്ടമായ ഭക്ഷണം നൽകുകയും ചെയ്തു. ദെൻ ഓൾ ഓഫ് എ സഡൻ ശേഷം ഓൾ ഓഫ് എ സഡൻ എന്നാൽ പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ്. എല്ലാം പെട്ടെന്നായിരുന്നു. ഷീ കിൽഡ് ഹിം അവൾ അദ്ദേഹത്തെ കൊന്നു വിത്ത് എ ഡാഗർ എന്നാൽ കടാര കത്തി ചുരിക ഇതൊക്കെയാണ് അർത്ഥം. പെട്ടെന്ന് അവൾ ഒരു കടാരയെടുത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്തി. ആഫ്റ്റർ ദിസ് ക്ലവർ മാർജിന ടോൾഡ് ആലിബാബ എവരിത്തിങ്. ആലിബാബ താങ്ക്ഡ് ഹെർ. ആഫ്റ്റർ ദിസ് ഇതിനു ശേഷം ക്ലവർ മാർജിന ബുദ്ധിമതിയായ മാർജിന ടോൾഡ് ആലിബാബയോട് പറഞ്ഞു. എവരിത്തിങ് എല്ലാ കാര്യങ്ങളും ബുദ്ധിമതിയായ മാർജിന ആലിബാബയോട് പറഞ്ഞു. ആലിബാബ താങ്ക്ഡ് ഹെർ ആലിബാബ അവളോട് നന്ദി പറഞ്ഞു.